Hi friends. Hello, my dear friends. Kumar Kutti. நான் ராஜா. சாப்பிட்டீங்களா? சாப்பிட்டீங்க. சாப்பிட்டு எப்படி இருக்கீங்க? எல்லாரும் நல்லா இருக்கிறீங்களா? செகண்ட் திலீப். ஹலோ. நான் ராஜா. ஸ்மைல் ப்ளீஸ். சதீஷ், சிவானந்த், சாய், ആര്യൻ ഹലോ. ആര്യൻ ഹായ് 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 ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇതൊക്കെയാണ് വിശേഷം. നല്ല ചൂടുണ്ടാകും അല്ലേ? ഇവിടെ നല്ല ചൂട്. ഇപ്പോൾ മോൻ കഴുകിയിട്ട് വന്നിരുന്നേയുള്ളൂ. അത് നേരത്തെ കുടിച്ചു. ചൂടെടുക്കുന്ന പോലെ മോൻ കഴുകിയതാ. കുമാർ ഹായ്. ഹായ് നാം രാജ, താങ്ക്സ്. സെൽവം, അബി ഹായ് ചേച്ചി, സുഖമാണ്? സുഖമായിരിക്കുന്നു. അൻപു ഹായ് ഡിയർ. ജോസ് ഹായ്. ഇമ്മാനുവൽ ഹായ്. ബാലകൃഷ്ണൻ ഇന്ന് ഒറ്റയ്ക്കാണോ? ഇന്ന് ഒറ്റയ്ക്കാണ്. ഇന്ന് ഞാൻ പോയില്ല. വിജയൻ, ഹലോ. ഊണ് കഴിച്ചോ? കഴിച്ചു. എല്ലാവർക്കും സുഖമല്ലേ? കുമാർ ഐ ലവ് യു. എന്താ ഡാൻസ് പൊളിച്ചു? വെറുതെ കളിക്കാനൊന്നും അറിയില്ല. എല്ലാവരും കളിക്കുമ്പോഴുള്ളൊരു ആഗ്രഹം കൊണ്ട് 2 സ്റ്റെപ്പ് വെച്ചോന്ന് മാത്രം. ദിനേശ്, ഹവാറി മാഡം, ലുക്കിംഗ് സോ ക്യൂട്ട്. താങ്ക് യു. ബില്ലേട്ടാ, സുരേഷ് ഏട്ടാ, എന്താ താമസം പറ. എന്തെങ്കിലും എന്താ താമസം പറ. എന്തെങ്കിലും കാണാതായപ്പോൾ ഷോപ്പിലോട്ട് പോകാൻ ഇറങ്ങിയതാണ്. ആണോ ബില്ലേട്ടാ? ഞാൻ കുട്ടി ഓർമ്മട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. എനിക്ക് എൻ്റെ ചേച്ചിയും കുട്ടിയും ഇഷ്ടമാണ്. ആണോ ബില്ലേട്ടാ? ഓക്കെ. സുരേഷിൻ്റെ ഭക്ഷണം കഴിച്ചോ? അല്ലേട്ടൻ ഭക്ഷണം കഴിച്ചോ? അന്നമ്മോ സുഖമൊന്നുമില്ല, ചൂട് കൂടുതലാണ്. എനിക്കും ഇവിടെ ചൂട് കൂടുതലായിട്ട് ഇപ്പം മോൻ കഴുകിയിട്ട് അങ്ങനെ ഇരുന്നേ ഉള്ളൂ. ചൂടെടുത്തിട്ട് വയ്യ. കളിയാക്കാൻ പറഞ്ഞു അനീഷേട്ട്. സുഭാഷ് ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. സഞ്ജീവ്, എനിക്ക് റിപ്ലൈ பண்ணலாம் ப்ளீஸ். நீங்கள் കരുത്ത് എന്താ പറയുന്നത്? എന്തോ പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ സിസ്റ്റർ വാസു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയും? എന്താ രാധേട്ടൻ ഭക്ഷണം കഴിച്ച? ബില്ലേട്ടൻ, സുരേഷ് ഏട്ടൻ കഴിച്ചോ? വാസു ദിനേശ്, യു ആർ സോ ക്യൂട്ട്. ഞാൻ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഹാളിലാണ്. ഇവിടുത്തെ തുണികളൊക്കെ കുറച്ചെടുത്ത് അലമാരയിലേക്ക് വെച്ചു. അപ്പോൾ പരമശിവം വണക്കം. സുഖമാണോ? സുഖമായിരിക്കുന്നു. ഏട്ടാ, ഡേവിഡ്. പിന്നെ എൻ്റെ തങ്കക്കൂടം എനിക്ക് വയ്യ. അബിയേട്ടാ താങ്ക് യു. ഭയങ്കര ചൂടാ. ഈ ഫാനൊന്നും ഇവിടെ എത്തുന്നതേ ഇല്ല. ഉല്ലാസേട്ടാ എന്താണ് 2 ദിവസം കണ്ടേ ഇല്ല? എന്താ വിശേഷേട്ടാ? എന്താ വിശേഷം? നല്ല വിശേഷേട്ടാ. ഏട്ടാ എന്താ ഇന്നലെയൊന്നും വന്നില്ല? അനിൽകുമാറേട്ടാ എന്നോട് പറ. ചൂടത്തൊന്നും പറയാൻ തോന്നുന്നില്ല അല്ലേട്ടാ. സൗണ്ട് കുറവാണ്. ആണോ? ഇവിടെ ഫുൾ സൗണ്ട് ആണല്ലോ. ഞാൻ സൗണ്ട് ഇട്ടിട്ടാണ്. പിന്നെ ഇന്ന് ഞാനേ മുഖത്ത് സോപ്പൊന്നും തേച്ചില്ല. ചേച്ചി പറഞ്ഞ പോലെ 2 സ്പൂൺ പാലെടുത്തിട്ട് സ്ക്രബ് ചെയ്ത് 2 hours കഴിഞ്ഞ് മോൻ കഴുകി. എങ്ങനെയുണ്ട്? സോപ്പ് തേച്ചിട്ടില്ല. ഫസ്റ്റ്
അപ്പോൾ ഒന്നായി, ഇന്നത്തെ 1-ാം ദിവസത്തോടെ നമുക്ക് നോക്കാം, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാലോ. ഹായ് ജയേട്ടാ, നമസ്കാരം, സുഖല്ലേ? വീഡിയോ കോളോ? സഞ്ജയ് ലൈവായിട്ട് കാണുന്നു, ഇനി അടുത്തത് വീഡിയോ കോളാ. എവിടെ ബിനീഷേട്ടനെ കാണുന്നില്ല? ബിനു, മാരിയപ്പൻ, മഞ്ഞുമൽ പടം കണ്ടോ? ഇല്ല ഏട്ടാ. മഞ്ഞുമൽ ഇല്ല ഏട്ടാ, കണ്ടിട്ടില്ല. നന്നായിട്ടുണ്ടാ? എവിടെ സിനിമയ്ക്കൊക്കെ പോകണം. എവിടെ മണിയെ കാണുന്നില്ല? മണി എങ്ക പോയി? മണി ശിവാട്ടാ എവിടെ കാണുന്നില്ല? ലോകേഷ് ഹായ് സൂപ്പർ. പിന്നെ കുറേ ഫ്രണ്ട്സിനെ കാണുന്നില്ല. ഗഫൂറേട്ടന്, ജരനേട്ടന്, പിന്നെ ആരാണ്? വിൽക്കുമാറേട്ടാ കഴിച്ചു. അപ്പോൾ ശരി, ഷോപ്പിലോട്ട് പോകുന്നു. ചൂടത്ത് വണ്ടി ഓടിക്കണം. അതെല്ലേ, ഷോപ്പിൽ പോയി കാണാൻ വേണ്ട. സതീഷ്, ഓക്കെ. സന്ധ്യകുമാർ, പിന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടാ, കഴിച്ചു. വീട്ടിൽ കുറച്ച് കളി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തീർത്തു. ഇവിടെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നേ, അതിനൊക്കെ പഠിച്ചു വെച്ചു. അതാണ് ഒരു പണി. ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ചൂടത്ത് എവിടെ ഇരുന്നിട്ട് അവിടെ എന്താണ് അടുക്കളയിലൊക്കെ ഇരുന്ന് ചൂടെടുക്കണേ. കുറച്ചെങ്കിലും കാറ്റ് വരുമല്ലോ പറഞ്ഞിട്ട് അതിന് കറങ്ങണത് അത്രയ്ക്ക് സ്പീഡില്ല. സന്തുകുമാർ, 1-2 സ്പൂൺ പാൽക്കൽ സ്പൂൺ മുളക് പൊടി ചേർക്കും, എന്നിട്ട് നല്ല ആപ്പിളിൻ്റെ കിണറുണ്ടാകുന്ന. ഗുഡ് മോർണിംഗ്, ഐ ലവ് യു. നോക്കാം എന്തായാലും. ചേച്ചി പറഞ്ഞല്ലേ, ട്രൈ ചെയ്താണ് അല്ലേ? എന്താണ് ജയേട്ടാ, ചേച്ചി ഇന്നലെ പാലിലും കൊണ്ട് മുകളിൽ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് തേച്ചു എന്ന് പറഞ്ഞതാ. ചേച്ചി ഫുഡ് കഴിച്ചു. എന്താണ് സ്പെഷ്യലൊന്നുമില്ല ഏട്ടാ, സ്പെഷ്യലൊന്നുമില്ല. പുളി സാദം ജയേട്ടാ. പാണ്ഡ്യൻ, സോ ക്യൂട്ട്. കോക്കോ താങ്ക് യു. മണികണ്ഠൻ, ഗുഡ് ആഫ്റ്റർനൂൺ. അനിത മാഡം, ഡ്രസ് അടിപൊളിയാണല്ലോ. താങ്ക് യു ഏട്ടാ, താങ്ക് യു. അമ്മേ, നമുക്ക് ചതിരിക്കാം. ഇത്ര കഷ്ടപ്പെടുന്നു അല്ലേ? ആപ്പിളിൻ്റെ കളർ ഉണ്ടാകുമെന്നാണ് ഉദ്ദേശിച്ചത്. ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോയി. പിന്നെ ഞാൻ കളിയാക്കരുത് കേട്ടോളെ. ആ ചേച്ചി പറഞ്ഞപ്പോൾ അതൊന്നും ഞാൻ എന്താ പറയാ, ട്രൈ ചെയ്തു എന്ന് മാത്രം. മിണ്ടില്ല, നീ മിണ്ടെന്നാണ് പറയണ്ട. അക്കൗണ്ട് എന്തായിട്ടാ പറയണ അഷ്റഫോട്ടോ? ഒന്നും പറയണ്ട, എല്ലാവരും പറയുന്നുണ്ട്. അതെ, എന്ത് ചെയ്യാൻ അതിന്. വേലുമുരുകൻ, RC, yes, போலோ சொல்லுங்க. ശങ്കർ, Sadhil Kumar, Shankar, good morning dear, good morning. Not going out. ഇല്ല, വീട്ടിൽ തന്നെ. അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ, ഗുഡ് ആഫ്റ്റർനൂൺ. ദേവദാസ്, ഭക്ഷണം കഴിച്ചോ? കഴിച്ചു കേട്ടാ. പുളിസാദാണ്. എന്താ അതൊന്നും ഇഷ്ടമായില്ല, അതുകൊണ്ട് സോറി, കഴിച്ചില്ല. കഴിച്ചെന്ന് പറഞ്ഞു മാത്രം, കഴിച്ചില്ല. ഇന്ന് എന്താ ഒരു ക്ലൂർമിയോ
ഹായ് പറഞ്ഞ റുമി ലുക്ക്. പ്രസാദ് ഏട്ടാ ഹായ്. എന്താ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, സോഫയിലാണ് വെച്ചിരിക്കുന്നത് ഫോൺ, അതുകൊണ്ടാണ് ഇങ്ങനെ. എന്നിട്ട് കാലിന് പറ്റിയിരുന്നു മാത്രം. ജോസി വേലുസ്വാമി വന്നു ജോഷി ഏട്ടാ. ഭക്ഷണമൊക്കെ കഴിച്ചോ? എന്താണ് രാധേട്ടൻ ഭക്ഷണം കഴിച്ചോ? ഒന്നും പറയുന്നില്ല. ജയേട്ടാ ഭക്ഷണം കഴിച്ച? ജയേട്ടാ. സുരേഷ് ഹായ്. ഡാനിക്കുട്ടി കുഞ്ഞുങ്ങളാവോ? ഒന്നും പറയണ്ട ഏട്ടാ. ഇന്നലെ കണ്ടില്ലേ മുട്ടായി മുട്ടായി കിടന്ന് ഉറങ്ങണം ചെറുത്. അവൻ ഉറക്കിയിട്ടാണ് വന്നത്. കുറേ നേരം ഫോൺ ചോദിച്ചു, തന്നേ ഇല്ല. ശരി, അപ്പം അവൻ അങ്ങനെ വിട്ടു. അപ്പം അവൻ അങ്ങനെ ഫോൺ നോക്കി ഉറങ്ങി. അപ്പം എല്ലാം എടുത്തിട്ട് വന്നു. രജീഷ് ഹായ് ഡിയർ. വിശ്വനാഥൻ ഗുഡ് ആഫ്റ്റർനൂൺ. നാഗേഷ് വേലുസ്വാമി ഹായ് മൈ ഡിയർ ഫ്രണ്ട്. നവീൻ ഹായ്. എന്തോ എക്കോ സൗണ്ട് അല്ലേ? റൂമുകളൊക്കെ അടച്ചിട്ടതുകൊണ്ടാണ്. അടച്ചിട്ടു. വെയില് ചൂട്. വേലുസ്വാമി നവീൻ ഹായ്. സദൽ ഐ ലവ് യു ഡിയർ. ഐ ലവ് യു ടു ഡിയർ. ഓക്കെ. രാമമൂർത്തി എങ്ക പോയിട്ടാ? രാമമൂർത്തി അതാരാണ്? രാകേഷ്. നോൺ വെജ്? നോ. എന്താ ഏട്ടാ? ജയേട്ടാ പുളിനെ ഇംഗ്ലീഷിൽ എന്താ പറയുക ഏട്ടാ? അതൊന്ന് പറഞ്ഞു കൊടുക്കുകയും. ഇവിടെ കവറുണ്ടായിരുന്നു പൊട്ടിച്ചതിൻ്റെ, അത് വേസ്റ്റ് കിട്ടുമോന്ന് അറിയില്ല. പുളി റൈസ്. പുളിനെ എന്താ ഇംഗ്ലീഷിൽ പറയാം? ഇതും ആയിക്കോട്ടെ. രാജ് എന്നാ വെജാണ് സ്ഥാനത്ത്. ഞാൻ വീണ്ടും വന്നു. ലിജു ഏട്ടാ പറയേട്ടാ. വിനോദ് ഐ ലവ് യു. സെന്തിൽ കുമാർ அனி உங்க சின்ன பையன் எங்க பண்றாங்க சொல்லுங்க. ஸ்லீப்பிங், தூங்கிட்டாங்க. வேலுசாமி ஹாய் மை டியர் ஃப்ரெண்ட் அனிதா. யுவர் லாங்குவேஜ் தமிழ்? நோ மலையாளம். ஸோ பேச தெரியும் தமிழ். லாங்குவேஜ் பியூட்டிஃபுல். ഓക്കെ. അതെവിടെ? ഗഫൂർ ഗഫൂറുടെ നമ്മൾ വേറൊരു ഗഫൂറിനെ കാണുന്നില്ലല്ലോ. ഞാൻ ഭക്ഷണം കഴിച്ചു. ചോറ് മുരിങ്ങ ഭക്ഷണം കഴിച്ചു. മുരിങ്ങക്കായും മുളകിട്ട് വെച്ചത്, പിന്നെ തൈര് ഉണ്ടാക്കി. സുഖമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. അതിൽ உங்களுக்கு തമിഴ് പഠിക്കാൻ தெரியுமா? നോ യോഗേഷ് தெரியாது. രാമസ്വാമി എങ്ക പോയി? രാമസ്വാമി അങ്കദുരൈ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ. ചക്രവർത്തി ഗുഡ് ആഫ്റ്റർനൂൺ. അല്ല സോളൈസ് നോക്കിയാൽ മതിയാക്കാം. നല്ല സുന്ദരി മുടി. സുരേഷ് ഏട്ടാ ഹലോ. സുഖമായിരിക്കുന്നു. അഭിലാഷ് നല്ല സുന്ദരി. താങ്ക് യു ഏട്ടാ. വേലും മുരുകൻ ഞാൻ അവിടെ വന്നാൽ കാണാൻ വേണ്ടി. അവിടെ വന്നാലോ കാണാൻ വേണ്ടി? എന്തിനാണ് ഏട്ടാ ചൂടത്ത്? മിണ്ടാണ്ടിരിക്കുക ഏട്ടാ. നമ്മൾ ഈ ലൈവിൽ കണ്ട് എന്തെങ്കിലുമൊക്കെ മിണ്ടേ സംസാരിച്ച് പോവാന്നേ. മുത്തു ഗുഡ് ആഫ്റ്റർനൂൺ. ഐ ലവ് യു. വാട്സപ്പ് നമ്പർ എനിക്കറിയില്ല, ഇംഗ്ലീഷ് എനിക്കറിയില്ല. 10ാം ക്ലാസ് കുസ്തിയുമായിരുന്നു. +2 ആകാൻ പറ്റുള്ളൂ. യു ക്യാൻ റിയലൈസ് ഗുഡ്. ഓക്കെ. എനിക്ക് തെരിയും തമിഴാടാൻ കുട്ടി. അതല്ലേ ഏട്ടാ. പുളിനെ എന്താ ഇംഗ്ലീഷിൽ പറയേട്ടാ? നമ്മുടെ രാജക്ക് പറഞ്ഞു കൊടുക്കാനാണ്. രാജ് എന്താണ് ജയേട്ടൻ്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞത്. ആലപ്പുഴയോ അങ്ങനെ പറഞ്ഞത്. ചോയ്ക്ക്. ഫോട്ടോ വെച്ച് എത്തി കുറേ വന്നിട്ടുണ്ട്. ഫോൺ നമ്പർ എന്താ ചെയ്യേട്ടാ? ഞാനല്ല ഏട്ടാ. ഫോട്ടോ വേണമെങ്കിൽ എൻ്റെ ആയിരിക്കാം. അതിൽ ഫോൺ നമ്പർ എൻ്റെ അല്ല ഏട്ടാ. ഇതൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഭ്രാന്ത് എന്താ ചെയ്യാ? ഞാൻ വന്നിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. അതേല്ലേ ടാനിക്കുട്ടി? ഞാൻ വരുന്നുണ്ട് കോയമ്പത്തൂർ. എപ്പോഴേട്ടാ?
മത്സ്യകന്യയെ കണ്ടോ? ഓ കണ്ടല്ലോ ഏട്ടാ, മത്സ്യകന്യയെ കണ്ടു. എത്ര പ്രാവശ്യം കണ്ട്? എന്താ പറയണത്? നിങ്ങളറിയാണ്ട് ഞാൻ പോവോ? ഞാൻ മത്സ്യകന്യ ഇങ്ങനെ കാണാൻ പോവാണെങ്കിൽ രാവിലെ ഞാൻ പറയില്ലേ ഞാൻ മത്സ്യകന്യയെ പോകണമെന്ന്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ പാലക്കാട് പോയി നിന്ന് നിങ്ങളെല്ലാവരും എന്ത് പറയും? മിണ്ടുവോ? എൻ്റെ അടുത്ത് മിണ്ടില്ല. ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ കേട്ടോ ഫ്രണ്ട്സേ. എല്ലാവരുടെ അടുത്ത് പറയുന്നത് അഭിലാഷ് പളനി. ഞാനിതിൽ കണ്ടു, വീഡിയോയിലൊക്കെ കണ്ടു മത്സ്യകന്യനെ. സുരേഷിട്ട പറയട്ടെ എനിക്കല്ലോ. சாப்பிட்டேன் சாப்பாடு. ഹായ് അലിക്കുട്ടി, സൂപ്പറായിട്ടുണ്ട്. എവിടെ പോയാലും പറഞ്ഞിട്ട് പോകാം, അതെന്നെ പറയുന്നത്. നമ്മൾക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഫ്രണ്ട്സുമാർ നമ്മൾ പറയാതെ ഒന്ന് പോവോ? ഞാൻ ഇങ്ങോട്ട് തിരിച്ചെത്തി, കുവൈറ്റിലോ? ലവ് യു. ഓക്കെ. നിങ്ങൾ പാലക്കാട് എവിടെ? പാലക്കാടാണ്, മലമ്പുഴ കൊട്ടേക്കാട്. ഇതാരെ കുറേ ഐ ലവ് യു നയിക്കുന്നു, പേരും അറിയില്ല വായിക്കാൻ. പലന് പിരിയ ഉങ്ക ചുടി സൂപ്പർ. താങ്ക് യു താങ്ക് യു. ചുമ്മാ ചുമ്മാ രാജ്. കല്യാണം കഴിഞ്ഞു കേട്ടോ അഭിലേഷ് ചേട്ടാ. ഗുഡ് ആഫ്റ്റർനൂൺ നൗഷൽ ശ്രീനിവാസൻ. സൂപ്പർ. തമരണ്ട് എന്താണ് പറയുന്നത് ആരുകുട്ടി? ശരി, അപ്പൊ പിന്നെ അത് നമുക്ക് വേണ്ട. വാട്ട് ഹാപ്പൻ? നത്തിങ് പല്ലി, ചുമ്മാ ലൈവ് போட்டிருக்கிறீங்க. என்ன பண்றீங்க டார்லிங்? லைவ் போட்டிருக்கிறீங்க தமிழ். എന്തേലും ഞാനിങ്ങനെ അതല്ലേ ഇല്ലടാ ഐ ലവ് യു എന്നല്ലേ പറയട്ടെ, കുഴപ്പമില്ല. എന്നാലും ഞാനിങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു തൻ്റെ ഇടയ്ക്ക്. എന്താ പറയുന്നത്? യുവർ ഫേസ് ക്യൂട്ട് ബേബി. താങ്ക് യു സുബാ കുമാർ. ലവ് യു അനി. ഓക്കെ. വേലുസ്വാമി മുരുകൻ. ഹായ് മൈ ഡിയർ ഫ്രണ്ട്, യു ആർ സ്കൂൾ ടീച്ചർ. ഞാനാ? അതെന്നെ പണി. ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. നല്ലൊരു പാട്ട് പാടല്ലേ? ഹൗ യു ലെമൺ ടൈം லாங்குவேஜ் தமிழ் லாங்குவேஜ் தெரியாதுங்களா? உங்ககிட்ட நான் தமிழில் தான் பேசிட்டு இருக்கிறேன் ஆர்சி. ആർസി രാജ്. നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. സെൽവം തമറുണ്ട് എന്നാണ് പുളിക്ക് പറയുന്നത്. അതെല്ലേ, ശരി, എന്താ ഒന്നും ആയിക്കോട്ടെ, നമുക്കിപ്പോൾ അത് ആവശ്യമില്ല അല്ലേ? ആയിക്കൊള്ളാത്ത പേരായിപ്പോയില്ലോ. അങ്ങനെ ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു കുവൈറ്റിലോ. ഓക്കെ ഏട്ടാ. യു ആർ ലുക്ക് ബ്യൂട്ടിഫുൾ, നൈസ്. ഓയ്, ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. നോൺ വെജിൽ உங்களுக்கு என்ன பிடிக்கும்? മട്ടൻ ബിരിയാണി പിടിക്കും. യു ആർ ലുക്കിംഗ് സോ ക്യൂട്ട് ആൻഡ് നമ്പർ താ. ഞാൻ ഈ മട്ടൻ ബിരിയാണി பிடிச்சது எங்கே தெரியுங்களா? எப்படி தெரியுங்களா? ராஜபாளையத்தில் ஒரு ஹோட்டலில் போய் சாப்பிட்டீங்க, செம்ம டேஸ்ட்டாக இருந்தது, வேற லெவலு, ஒன்றும் പറയണ്ട, ഒരു രക്ഷയില്ല. എന്താ ടേസ്റ്റ് മട്ടൻ ബിരിയാണി.
ഇനി വേണം പറഞ്ഞ കിട്ടുമോ? രാജപാളയം പോണം ബിരിയാണി കഴിക്കണമെങ്കിൽ. புரிஞ்சிருச்சுங்களா? ராஜபாளையத்துல இருந்து பிரியாணி சாப்பிட்டீங்க, அதான் சூப்பரா இருந்ததுங்க, வேற லெவலு. താര വാളൻപുളി. നമ്മളെന്ത് ഇവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുളി തന്നെയാണ്. നമ്മുടെ വീട്ടിലുണ്ട്, ഞാൻ പോയിട്ടില്ലല്ലോ വീട്ടിക്ക്. തമറുണ്ട്, വാളൻപുള്ളിയുടെ കുറ്റി നോക്കേട്ടാ. ഞാൻ ഡ്യൂട്ടിയിലാണ്, പോവാണോ? ശരി. സാമ്പാർ റൈസ് മൈ ഫേവറേറ്റ്. മൈ ഹാൻഡ് സാമ്പാർ റൈസ് മൈ ഫേവറേറ്റ്. ഓ, ഇങ്ങനെ കണ്ടാൽ പോരെ? അതെന്നെ ഞാനത് പറയാൻ വിചാരിച്ച് മറന്നുപോയി. അടുത്ത മെസ്സേജ് വന്നപ്പോ മറന്നുപോയി ഞാന്. അയ്യോ വയ്യ. അവർക്ക് നേരിൽ കാണാൻ ഇതുപോലെ തന്നെ ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം ഇതിൽ ഞാൻ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല. ഇതാണ് എൻ്റെ നേരത്തെ ഇത്. മനസ്സിലായി? ജോയ് മോൻ ഹായ്. ആർ യു ടീച്ചർ? നോ ടീച്ചർ, ഹൗസ് വൈഫ്. 2-3 കുട്ടികളുണ്ട് എന്തായാലും. ഗുഡ് മോർണിംഗ്. കാർ ഗോയിങ് റിവേഴ്സ്. അതെ ഹായ് അക്ക. ഹായ് ഗഫൂറേട്ടാ. ഹായ്. പാലക്കാട് എവിടെയാണ് വീട്? പാലക്കാട് അതെ, കോട്ടേക്കാട്. എന്നെ ആരെങ്കിലും അന്വേഷിച്ചോ? ഞാൻ അന്വേഷിച്ചു, കാണാനില്ല എന്ന് പറഞ്ഞു. നിനീഷ് ചേട്ടൻ എന്ത് പറ്റി? എവിടെ പോയിരുന്നു? തിരക്കാണോ? സതീഷ് കുമാർ. ഗഫൂറേട്ടന്ന് എന്താണ് ഇതുണ്ടോ, നോമ്പുണ്ടാ? സതീഷ് കുമാർ ഹായ്. ഇന്ന് ടീച്ചറിന്റെ വീട്ടിൽ പോയില്ല, ഉണ്ടാതായിരുന്നു വീട്ടില്. സെൽവം സന്ധ്യകുമാർ അനി. ടുമാറോ മട്ടൻ ബിരിയാണി സമയം പണ്ണുങ്ങമ്മ. അനിത എന്നോട് എങ്ങനെ തന്നെ പറയാമോ? അനിത എന്നോട് അങ്ങനെ തന്നെ പറയുമോ? ഞാൻ തന്നെ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഓ അയ്യേ, അങ്ങനെ പറയില്ല കേട്ടാ. പാലക്കാട് എവിടെ? അത് ഇത് പറഞ്ഞ പോലെ. പ്രവീൺ ഐ തിങ്ക് യു ടീച്ചർ. നോ എന്താണ് തലയിൽ പേനുണ്ടോന്നാണോ? പേനൊന്നും ഇല്ല ഏട്ടാ, ചൂടെടുത്തിട്ട് വയ്യ. പേനൊന്നുമില്ല തലയിൽ. കുറച്ച് താരനുണ്ട്, പക്ഷെ ഈ താരം പോകാൻ എന്താ ചെയ്യാ? താരനുണ്ട് ഫ്രണ്ട്സ്. താരം പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ടിപ്സ് പറയും. ഞാൻ വരുന്നുണ്ട് പാലക്കാട് അടുത്ത മാസം. വീട്ടിലുണ്ടാകുമോ? അതാ സതീശൻ ഏട്ടാ. മുരുകാനന്ദം ഗുഡ് ആഫ്റ്റർനൂൺ. മഹാദേവൻ. ഇനി സോങ് അല്ലെ? ടീച്ചർ വീട്ടിൽ എത്തിയില്ല, കഷ്ടമായിപ്പോയി. അതാ സ്കൂളിൽ പഠിക്കാൻ പറഞ്ഞു വിട്ടപ്പോൾ ഇജ്ജ് വല്ലവരോട് മാവിലേറിയ പോയപ്പോൾ അങ്ങനെ പഠിക്കും ഇജ്ജ് രണ്ടുകുട്ടി. അതാ ഞാൻ ഏട്ടാ, അപ്പൻ ഞാന് എറിഞ്ഞാലും അവിടെ കൊള്ളില്ല, അവിടെ നിന്ന് എറിയാനും ആരും ഇല്ല ഏട്ടാ. അപ്പോ ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ലോമ്പുണ്ട്, ക്ഷീണം കുറച്ച് കൂടുതലുണ്ട്, ഇപ്പോൾ റൂമിൽ എത്തിക്കിടക്കുന്നു. ഓക്കെ ഏട്ടാ. സ്ഥലം എവിടെയാ ചേച്ചി? ഞാൻ സ്ഥലം ഇവിടെ തന്നെ. എത്തി ലൈവ് ടീച്ചർ ബോലോ. മുട്ടയടിച്ചാ മതിയടാ. എന്താ ഏട്ടാ അങ്ങനെ? ജയേട്ടാ, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ചത്. സഞ്ജയ് മഹാദേവ് അന്നമ്മോ. പിന്നെ അന്ന് തിരുപ്പൂരിൽ പോയി ലൈവ് ചെയ്തിട്ട് ഇപ്പോൾ എത്ര മാസമായി ഓർമ്മയുണ്ടോ? അതല്ലേ, എപ്പോഴാണ് നോക്കണം, എന്റെ ലൈവ് നോക്കണം. അപ്പോഴത്തെ ലൈവ് സേവ് ഉണ്ട്, അത് നോക്കിയാലോ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഏട്ടാ. കൃത്യമായിട്ട് അറിയില്ല. എന്താ ഏട്ടാ, എന്താണ് പറയാൻ കാരണം? ചെറുനാരങ്ങ നീര് മൈലാഞ്ചിയും പകച്ച് തേച്ചാൽ മതി. ചെറുനാരങ്ങ നീര് തേച്ചാൽ മുടി നരച്ചു പോകുന്നു പറയുന്നത് ശരിയാണോ? മൈലാഞ്ചിയും അല്ലാണ്ട് നരച്ചു പോകും, ചെമ്പാട്ട കളറാകും പറയുന്നു. മുടി വളരുന്നൊക്കെ പറഞ്ഞു. എന്തോ ഒന്ന് മുടിയിൽ താരം പോയാൽ മതി. ഞാൻ കുറെ ഉള്ളിനീരൊക്കെ തേച്ചു,
ഉള്ളി നീര് തേക്കുമ്പോൾ മുടി വളരുന്നുണ്ട്, പക്ഷെ താരം പോകുന്നു തോന്നുന്നില്ല. മുടി കത്തിച്ചാൽ മതി, ഞാൻ പോകുന്നു. ഞാൻ ഇപ്പൊ വരാട്ടോളേ, ഇപ്പൊ വരാം. നിക്ക് 1 വർഷമായി. 1 വർഷമായാ? ഇല്ല ഏട്ടാ, 1 വർഷം ആയില്ല ഏട്ടാ. തമിഴ് സോങ് ബോലോ ചുടി സൂപ്പർ. ഓക്കെ. അനിൽ കുമാർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ കുറച്ച് തിരക്കായി ലിജോട്ടൻ. ഓക്കെ ഏട്ടാ, വൈകുന്നേരത്ത് വരിട്ടോളേ. വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ. ഫേമസ് പ്ലേസ് വേർ യു? ഇവിടെയാ ആയിരിക്കുന്ന? അവിടെയാ? കോയമ്പത്തൂരാണോ ചോദിക്കുന്നത്? രാജ്, ആർസി രാജ്. സഞ്ജീവ് സൂപ്പർ. സുരേഷ് ഏട്ടാ നമസ്കാരമുണ്ട്. എന്തൊക്കെ വിശേഷം? ഭക്ഷണം കഴിച്ചു ഏട്ടാ? ഇന്ന് വിളിച്ചു നോക്കി, ബട്ട് ഇജ്ജെങ്കിലും ചുറ്റാൻ പോയി. ഇന്ന് വിളിച്ചു നോക്കി, ബട്ട് ഇജ്ജ് ചുറ്റാൻ പോയിന്നോ? എവിടെ ചുറ്റാൻ പോയി? ആര്? ഈ പണ്ടാരയിലത്ത് ആര് പോകണം ഏട്ടാ? ഓ ഭയങ്കര ചൂട്. എന്തായാലും തിരുപ്പൂർ പോയാൽ ഞാനില്ലായിരുന്നു. പോയപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല അല്ലേ? 11 മാസമായി ഞാൻ ലൈവ് വരാൻ തുടങ്ങിയിട്ട്. കൊല്ലം 11 മാസമായി ആ ലൈവിൽ വരാൻ തുടങ്ങിയിട്ട്. കൊല്ലം തികഞ്ഞാൽ വാർഷികം നടത്തണ്ടേ? ഞാൻ ലൈവിൽ വരാൻ തുടങ്ങിയിട്ട് 11 മാസമായിട്ടുള്ളൂ? ഇല്ല, 1 വർഷമൊക്കെ ആയേട്ടാ. ശരിയാ പറഞ്ഞത് വിഷു അല്ലേ? ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് 1 വർഷമൊക്കെ കഴിഞ്ഞു. ലൈവിൽ വരാൻ തുടങ്ങിയിട്ട് പറഞ്ഞത് ശരിയാ, കൃത്യമായിട്ട് പറഞ്ഞു. ശരിയാ. കാരണം ഒരു ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തത് വിഷുവിൻ്റെ ഒരു ആശംസകൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? അത് കഴിഞ്ഞ പിന്നെ ലൈവ് ചെയ്തത് കറക്റ്റേക്കാം. അപ്പോൾ എന്താ പറയണത്? ഗഫൂറേട്ടൻ എന്താ പറയുന്നത്? മറുപടിയും ഹായ് സുന്ദരക്കുട്ടി, ഭക്ഷണം കഴിച്ചു. ഞാൻ പാലക്കാടാണ്. രാധാകൃഷ്ണൻ, നമ്മുടെ ഇന്ത്യയെ പറ്റി എന്താ പറയാനുള്ളത്? നല്ലത് കേട്ടോ, നല്ലത്. തലമുട്ടയടിച്ച ലൈവ് വരണ്ട. വിത്തൗട്ട് സോങ് ലൈവ് ഈസ് ഡൺ. പെങ്ങളെ കഴിച്ചോ? ഞാൻ കഴിച്ചു കേട്ടാ. സുരേഷ് ഏട്ടാ ഞാൻ കഴിച്ചു. ഏട്ടാ കഴിച്ചേട്ടാ. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതിയിടാ അനിക്കുട്ടി. ഞാൻ അതിലൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. രാജേഷ്, എന്താ നെക്സ്റ്റ് ലൈവ് ഗ്രീൻ സാരിയിൽ വരാൻ പറഞ്ഞിട്ട്. സാരിയല്ല, ഈ ചൂടത്തല്ലേ. നോക്കാം, നൈറ്റ് രാത്രി നോക്കാം. എന്താണ്? യു സ്മൈൽ ഡോണ്ട് മിസ്. ഓക്കെ ശരി സുരേഷ്. യൂട്യൂബിലൊക്കെ ഞാൻ സെർച്ച് ചെയ്തു കേട്ടാ, ഒന്നും നടക്കുന്നില്ല. അതെ അതെ, ഞാൻ ഓർക്കുന്നു, ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ബട്ട് സ്റ്റിൽ ഫണ്ണി. ചിരി വരുന്നു അല്ലേ? നല്ലത്. ജീവൻ ഹായ് സിസ്റ്റർ, എനിക്ക് വയ്യ. ശ്രീജിത്ത് പി വി, അല്ല അക്കൗണ്ട് ഉണ്ടോ? അക്കൗണ്ട് ഉണ്ടോ? ആ ഫേസ്ബുക്കിലൊരു അക്കൗണ്ട് ഉണ്ട് കേട്ടാ. ഇത് പേജാണ് കേട്ടോ. കടം എത്ര ഉണ്ട് തുടങ്ങി ഏട്ടാ. ഞാനെന്താ കാണാനില്ല, അവിടെ നോക്കിയതാണ്. ശരി. വേലുമുരുകൻ, തിരുപ്പൂർ പോയി ലൈവ് നടത്തിയിട്ട് പിന്നെ ഒരു 12 ദിവസം ലൈവിൽ ഉണ്ടായില്ല. അതിനുശേഷമാണ് ലൈവ് സ്ഥിരമായി തുടങ്ങിയത്. അതെ ഏട്ടാ, ഇന്നും മഴക്കാറുണ്ട് ആണല്ലേ? കൊതി വിനു എവിടെ? ഓർമ്മ കേട്ടാ. ഇന്ന് ബുധൻ, നാളെ വ്യാഴം, മറ്റന്നാൾ വെള്ളി. സ്മാർട്ട് വോയിസ് യു. വെള്ളിയാഴ്ച വരുന്നുണ്ടെന്നാ പറയുന്നല്ലേ സാജിനേട്ടാ? ശിവൻ ഹായ് സിസ്റ്റർ, ഹൗ ആർ യു? ഫൈൻ. പിന്നെ സാരി നല്ലതാ. അത് ചുരിദാറാണോ ഏറ്റവും നല്ലത് എന്ന് പറയുന്നു. ഒരു കാര്യത്തിൽ
ഞാൻ കോയമ്പത്തൂരുണ്ട്. ഓക്കെ ഓക്കെ. തൃശ്ശൂർ ടെമ്പിൾ ഉണ്ട്. എന്താ പറയുക, സാമ്പാറിൻ്റെ എനിക്ക് ഇതെന്താ മെസ്സേജ് ഫാസ്റ്റായിട്ട് പോകുന്നതൊക്കെ. ഞാൻ കോയമ്പത്തൂരുണ്ട്. തൃശ്ശൂർ ടെമ്പിൾ റോഡ് വർക്ക് ഈസ് ഫിനിഷ്ഡ്. എന്താ പറയുന്നത്? സാമ്പാറിനെ സഹായിക്കുന്നതിന് വിഷു കൈനീട്ടം എനിക്ക് തരണം. വർഷം പോയിന്റ് പോലും എനിക്കില്ല. കൈനീട്ടോ? അവിടെ നിന്നിട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത്. സുജി പൊണ്ണു പാലക്കാട് എങ്ങനെ പോകത്തില്ല. ലോകപരിചയമില്ലാത്ത ആൺകുട്ടിയോട് ഇന്ത്യയെക്കുറിച്ച് ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. ഒരു വാർത്ത പോലും കാണാത്ത അയ്യോ സത്യം എന്ത് നടക്കണം എനിക്കറിയില്ല. എനിക്ക് വേണമെങ്കിൽ പറയുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കും. ഉള്ളിൻ്റെ വിലയോ, ഉള്ളി വില, തക്കാളി വിലയോ, പാല് വിലയോ, അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നീ ചോദിക്കും, ഞാൻ പറയാം. അത് പറഞ്ഞു ജയേട്ടൻ പറഞ്ഞത് സത്യ. അതിന് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. എന്തിപ്പോ കാര്യം? എന്താ സ്വപ്നം കണ്ടിരിക്കുന്നത്? ഞാനാ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഈസ് ഇൻ തൃശ്ശൂർ. ഐ സി. ഹായ് ബിനീസ്, നമസ്കാരം. എത്ര കറക്റ്റായി ലൈവ് എങ്ങനെ വിശിക്കുന്നു? ഏത് ഫ്രണ്ടാണ് ഇതിലുള്ളത്? ആരെയും കുറ്റം പറയുകയില്ല കേട്ടോ. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ഇത്ര കറക്റ്റായി നോക്കിയത്. യു ആർ കംഫർട്ടബിൾ ഇൻ സാരി ഓർ ഡ്രസ്? സാരി ഇഷ്ടമാണ്, സുരേഷ് ഇഷ്ടമാണ്. കൂടുതൽ സാരി ഇഷ്ടമാണ്. പുറത്തു പോകുമ്പോൾ സാരി എടുത്തിട്ട് പോയാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് എനിക്ക് കംഫർട്ടബിൾ അല്ല കേട്ടോ. സാരി നല്ലത്, ചുരിദാറാണ് നല്ലതെന്ന് അറിയാൻ. ഒന്നുകൂടി വായിക്കി, തെറ്റാണ് വായിച്ചത്. അനിത, യു ആർ മോസ്റ്റ് വെൽക്കം ഇൻ മഹാരാഷ്ട്ര. ഓക്കെ ഓക്കെ. ഇപ്പം ഇല്ല, തൽക്കാലം ഇല്ല, വരും. ഒന്നും കൂടി വായിക്കുക. എന്താ വായിക്കേണ്ടത്? സാമ്പാറിനെ സഹായിക്കുന്നതിന് വിഷു കൈനീട്ടം എനിക്ക് തരണം. ഈ വർഷം പോയിന്റ് പോലും എനിക്കില്ല. എന്താ പറയണത് ബിനി? ഇത് ചിലപ്പോൾ ചോദിക്കൂ ഇന്ത്യ കേരളത്തിലാണ്. ചിലപ്പോൾ ചോദിക്കൂ ഇന്ത്യ കേരളത്തിലാണ് എന്ന്. ഹായ് ബ്യൂട്ടി, ഹൗ ആർ യു ഡിയർ? എന്താട്ടോ എങ്ങനെയൊക്കെ പറയണത്? ഞാൻ മിണ്ടില്ല കേട്ടോളെ. വല്ലാത്തൊരു കളിയാക്കലായി പോയി. അതൊക്കെ അറിയാം, ഇന്ത്യ കേരളത്തിലാണെന്ന് അറിയാം. കേരളം ഇന്ത്യയിലാണെന്ന് അറിയാം. എങ്ങനെയാ ഒന്ന് ഇന്ത്യയിലാണ് കേരളം പോരെ? சாப்பிட்டீங்களா? மணி எங்க போனீங்க? கூப்பிட்டீங்க, எங்க போனீங்க? வர்றதே இல்லையா ஃபர்ஸ்ட்? என்ன ஆச்சு மணி? சாதிகா, ஹாய் பியூட்டி, ஹவ் ஆர் யூ டியர்? ஃபைன். ശരി, സൂപ്പറാ. താങ്ക് യു രാജേഷ് ചേട്ടാ. ബിനി ഏത് മണി? ശരി, സൂപ്പർ. അന്നമ്മോ പാലക്കാട് ഇന്ത്യയിലാണോ കേരളത്തിലാണോ? എനിക്കറിയില്ല ഏട്ടാ. ടീച്ചർ ഇല്ലേ ഇന്ന്? വിനായകൻ ഉറങ്ങിയോ? അതേട്ടാ ഇല്ലേട്ടാ, ഉറങ്ങിയേട്ടാ. ജംഷീർ അവിടെ വന്നിട്ടുണ്ട്. അനിതേ ആണോ ഏട്ടാ? ഇരിക്കട്ടെ ഏട്ടാ. വർക്ക് தான்ப்பா. அப்படிங்களா? என்ன சாப்பிட்டீங்க மணி? நீங்க லைவ்ல வரும்போது டிரைவிங் பா. ஓ ஓகே 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 ஓகே. கோயம்புத்தூர் தமிழ்நாட்டிലാണോ? ഹായ് അനി, ടുഡേ മൈ ബർത്ത്ഡേ. அப்படிங்களா സുരേഷ്? ഹാപ്പി ബർത്ത്ഡേ ടു യു. എപ്പോഴുമേ സന്തോഷമായിരിക്കട്ടെ. வாழ்த்துக்கள்.
ഓക്കെ. സുരേഷ് വെട്രിവേൽ சூப்பருங்க. ஹாப்பி பர்த்டே டு யூ. விஷ் பண்ணிட்டீங்க சரிங்களா? ഡാൻസ് ചുമ്മാ മതി. എന്തൊക്കെയുണ്ട് ചൂട്? പാലക്കാട് നല്ല ചൂടുണ്ട്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന അവിടെ കോയമ്പത്തൂര് നല്ല ചൂടാണ് കേട്ടാ. സെൽവം ലിജു. അതെന്താ ഈ കാലിന്റെ ഒരു ചിത്രം ഇടുന്നത്? അതെന്താ അതിന്റെ അർത്ഥം എന്താണ് ഈ കാലിന്റെ ചിത്രം? പറയൂ ലിജു. കേട്ടാ വിവാസ് ചിരിക്കുന്നു. ഹാപ്പി പറമ്പിൽ നിന്നും അറിയാമോ? ജോയ് മോനേട്ടാ പറയേട്ടാ. അറിയാം പറയേട്ടാ പറയും. സുഖമല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചോ? സൂര്യകിരീടം പാട്ടും എഴുതി വിടുന്നില്ല. എന്താ വിനീഷേട്ടാ പാട്ടൊന്നും എഴുതി വിടാത്തത്? എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? എന്റെ ആണോ? എന്താ ഏട്ടാ പറയണത്? ജീവിക്കണ്ടേ? മരിക്കാൻ പറയണത്? ഞാൻ മുടി പുതച്ച് കിടക്കുന്നു. നല്ല തണുപ്പ്. ആഹാ. 20-ന് ഞങ്ങൾ ഫാമിലിയും മധുര രാമേശ്വരം വരുന്നുണ്ട്. അതെല്ലേ? ഓക്കെ. ജെറിൻ ബ്രോ ലഞ്ച് ബ്രേക്ക് ഒരു 1 o'clock 2 o'clock അല്ലേ? ഓക്കെ. എനിക്ക് മെസ്സേജ് വരുന്നു. ഫോൺ റീസ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ ഫോൺ ക്ലീൻ ചെയ്യണം. അത്ര ക്ലീനിങ് அப்படின்னு മെസ്സേജ് വരുന്നത്. യുവർ ലൈഫ് സ്റ്റൈൽ ഈസ് സോ സിമ്പിൾ. பை இப்படிதான் இருக்கிறதுக்கு பிடிக்கும் ராஜ். எனக்கு കടയിൽ വളകൾ കയ്യിൽ വളകൾ ഇടാറില്ല. ഇല്ലേട്ടാ. അന്നമ്മയ്ക്ക് വിഷ് കഴിഞ്ഞിട്ട് തരാൻ ഞാൻ 1 രൂപയുടെ പുതിയ നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സന്തോഷമായോ? ഓ സന്തോഷമായി ഏട്ടാ. എനിക്ക് കുറച്ച് തിരക്കാം. ഞാൻ പോവുക. അതല്ല അവിടെ വെയിലല്ലേ, കുറച്ച് തറയിൽ ഉറങ്ങുന്നത് നല്ലതാ. അതെ ഏട്ടാ. വായിക്കാൻ അറിയാത്ത അന്തക്കുട്ടിക്ക് പാട്ട് വേണം പോലും. എന്താ ഏട്ടാ? പാട്ട് വായിക്കാൻ അറിയില്ല ഏട്ടാ. ஷண்முகம் லஞ்சு ஃபினிஷ். சாப்பிட்டீங்க? நீங்க சாப்பிட்டீங்களா? நேற்று டூர் பிளான் பேசுனீங்க என்னப்பா? പുരിയിലെ അരവണ പായസം എത്തിയാ? എന്തായി? അറിയില്ല. യൂട്യൂബിൽ ലൈവ് വരാറുണ്ടോ? ഇല്ല രാജേഷ് ഏട്ടാ. ഓൺലി ഫേസ്ബുക്ക്. അക്കരെ അക്കരെ ആശതീരം ഇല്ല. ഒരു വേദനയില്ല. ഒരു വേദനയും ഇല്ലല്ലോ. ജോയ് മോനേട്ടൻ പറയുമല്ല. നേരിട്ട് കയ്യിൽ കൊടുക്കുന്നത് ആണ് കൈനീട്ടം. എങ്ങനെ തരുണ്ട ആൽക്കുട്ടി? നേരിട്ട് കാണുവാണെങ്കിൽ കൈനീട്ടം തന്നോളൂ. ഇല്ലെങ്കിൽ കൈനീട്ടം ഇയാളെ ആയിട്ടൊന്ന് കാണണം. ഗഫൂർ ഭായി അരവണ അത് മാതിരി ഇവിടെ ഇരിക്കുന്നുണ്ട്.
ഞാൻ ഇന്ന് പൊട്ടിക്കണം എന്ന് വിചാരിച്ചതാണ്, പിന്നെ ഇങ്ങനെ മറന്നുപോയി. ഓക്കെ ഓക്കെ. ഇപ്പം നൈറ്റ് ലൈവില് டூர் பிளான் பற்றி பேசுனீங்க, அதுதான். இல்லை, எங்கே டூர் போனீங்க? ஓ, പാലക്കാട് പോகிறதுங்களா? എൻ്റെ പേര് ജയ്മോൻ എന്നാണ്. ജയ്മോൻ കേട്ടോ. ഓക്കെ കേട്ടോ, ജയ്മോൻ. என்ன ஃபுட்டு சாப்பிட்டீங்க? புளிசாதம். புளிசாதம் சாப்பிட்டீங்க. நீங்கள் மத்தியானம் என்ன சாப்பிட்டீங்க? ജലകന്യ ഡാൻസ് ഇന്ന് കണ്ടില്ല. ഇപ്പോൾ ശരി, വൈകുന്നേരം പറ്റിയാൽ കുറച്ച് തിരക്കുണ്ട്. അതെ, ഇല്ല കേട്ടാ. അയ്യോ, ഒരു ചാക്ക് പൈസയും തലയിൽ ചുവന്ന് അവിടെ നിൽക്കുന്നുണ്ട്. രാമകൃഷ്ണൻ ബി, നോട്ട് ടോക്കിംഗ്, റെസ്റ്റ് ആഫ്റ്റർനൂൺ. ஓகே 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 ராஜ், நான் இனிமேல் தான் லைவ் முடிஞ்சிட்டு சாப்பிடணும்ப்பா. ஐயோ, சாப்பிடுங்க. அப்படிங்கும் வேற ஏதாவது ஒர்க் வந்துருச்சுன்னா என்ன பண்ணுவீங்க மணி? അല്ലെങ്കിൽ ബാക്കി കൂടി മുഴിവിക്കടാ എൻ്റെ കുട്ടി, അല്ലെങ്കിൽ ബാക്കി കൂടി മുഴിവിക്കടാ കുട്ടി. എന്താ പറയുന്നത്? പാലക്കാട് എപ്പോ പോറീங்கப்பா? പോകണം. പുളിസാദം എങ്ങനെ ഉണ്ടാക്കാം ഒന്ന് പറഞ്ഞു തരുമോ? ഓ, പറഞ്ഞതല്ല. പുളി വെള്ളത്തിലിടുക, നിലക്കടല വേണം, കാഷ്നട്ട് ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്, വറമുളക്, കറിവേപ്പില, കുറച്ച് ഉലുവ, കടുക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. ഡാൻസ് കളിക്കുന്നത് കണ്ടിരിക്കുന്നു, കുറച്ച് കൊണ്ടുവരിക്കുന്നു. ഇന്നത്തെ മറുപടി ഒന്നും ഉഷാറില്ല. എന്താ രാധേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? കുട്ടി നല്ല സുഖമായിരിക്കുന്നു. ഹരിദാസേട്ടാ സുഖമല്ലേ? നൈറ്റ് 8 മണിക്ക് താ എയർപോർട്ട് ഡ്രോപ്പ് ഫ്രീസർ. ഓക്കെ 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 ഓക്കെ. പുളി ഇട്ട് ചോറ് വയ്ക്കുക. പുളി ഇട്ട് ചോറ് വയ്ക്കൊന്നുമല്ല, പുളി വെള്ളത്തിലിട്ട് വെക്കുക കുറച്ച് നേരം. യു ആർ മലയാളം സബ്ജക്റ്റ് ടീച്ചർ ഫോർ മീ. ഞാനൊരു ലവറാണ്. ആണോ? ശരിയാണ്. ഫൂട്ടെന്നല്ലേ, കാൽക്കാട് എന്താ പറയാ? ശരിയാണ്, എന്തായിക്കോട്ടെ. പുളി വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ ചട്ടി വയ്ക്കുക, നല്ലെണ്ണ ഒഴിക്കുക, ഉലുവ, കടുക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, വറമുളക്, കറിവേപ്പില ഇടുക. ഉള്ളി ഇടുന്നത് ചെറിയ ഉള്ളിയും 2-3 ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതൊന്നും വേണ്ടെങ്കിൽ ഞാനിവിടെ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൂ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളി 2-3 ഇട്ടാലും നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കുറച്ച് പായസം വേണ്ടി പറഞ്ഞു വന്നത്, അല്ലെങ്കിൽ ബാക്കി കൂടി പറയുന്നത് ആൺകുട്ടി പറഞ്ഞു വന്നത്. പക്ഷെ എന്താ പറഞ്ഞു വന്നത്? എനിക്ക് മറന്നു കേട്ടാ. കുറച്ച് മറിവിൻ്റെ ഒരു പ്രശ്നമുണ്ട് സത്യമായിട്ടും. ഇത് മുഴുകിക്കിട്ടോളാം. അപ്പോൾ ഇട്ടിട്ട് ചെറിയ ഉള്ളിയും ഈ എന്താ പറയുക വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായി, കറിവേപ്പില, വറമുളക് ഇട്ട് നന്നായിട്ട് ഇതാക്കിയിട്ട് ഈ പുളി പിഴിഞ്ഞിട്ട് അതിനൊഴിക്കുക. കുറച്ചൊഴിക്കുക, 1 ഗ്ലാസ് അങ്ങാണ്ട് ഒഴിക്കുക. 2 ഗ്ലാസ് ചോറിനൊക്കെ 2 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് പുളിവെള്ളം ഒഴിക്കേണ്ടി വരും. നന്നായിട്ട് തിളച്ചുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് ഈ എണ്ണ നമ്മളിങ്ങനെ ഇടയ്ക്ക് എണ്ണ മുകളിൽ ഇങ്ങനെ വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. അതിന് മുന്നേ ഉപ്പിടാത്തോളൂ. ഇപ്പം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് അത് ഇറക്കി വയ്ക്കുക. നമ്മൾ എന്നിട്ട് ചോറ് വയ്ക്കുക, തനിയെ കുക്കറിലോ സാധാ ചോറ് ചട്ടിയിൽ വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് അതിൽ ഈ ചോറെടുത്ത് ഇതിലിട്ട് മിക്സ് ചെയ്യുക. നിലക്കടല ഇട്ടാൽ മറന്നു, നിലക്കടല ഇടാം ചോളെ. നിലക്കടല അതിൽ വേണ്ടത് നന്നായിട്ടുണ്ടാവും. മിക്സ് ചെയ്യുക, കഴിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ.
ഞാൻ നാളെ വരാം, ജലകന്യയെ കാണാൻ പോവുക. ഓ ശരി. നെക്സ്റ്റ് ഡാൻസ് റീൽ ഓൺ വിത്ത് സോങ്. എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം. ഓക്കെ ഏട്ടാ, സൂപ്പർ ഏട്ടാ. അപ്പം ഇതാണ് പുളിച്ചോറ് കേട്ടോ ഏട്ടാ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല എണ്ണ ഒഴിച്ചതിൻ്റെ വാസനയും നിലക്കടല ചോറ് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിലക്കടല കഴിക്കുന്നതും. മാവിൻ്റെ പ്രശ്നത്തിന് എത്ര വയസ്സുണ്ട്? മറവിൻ്റെ പ്രശ്നത്തിന് എത്ര വയസ്സായിട്ടുണ്ട് ഒന്ന് പറഞ്ഞു തരാമോ? ഇതിൽ മറവിയൊക്കെ എപ്പോഴാണ് വരിക? ഏത് വയസ്സിലാണ് വരിക കേട്ടാ? എനിക്ക് കുറച്ച് തിരക്കാ, ഞാൻ പോകുന്നു. പവിഴ നമ്മൾ പെൺകൊടി. ഓക്കെ, എനിക്ക് കുറച്ച് തള്ളൽ തുടങ്ങി. പിന്നെ ഗുഡ് ഈവനിങ് മൈ. സ്കൂളിൽ പോയിട്ടാണ് 2 പേര്, ഒരാൾ തൂക്കിയിട്ട് നിൽക്കണാണ് വിനായിക്. 40 വയസ്സ് കഴിഞ്ഞാൽ മറവി വരും. അറിയാലേ? എന്തായാലും 40 വയസ്സായിട്ടില്ല കേട്ടാ. പെട്ടെന്നൊരു 40 വരണ്ട. നീ 40 വയസ്സും വേണ്ട, 50 വയസ്സും വേണ്ട. എനിക്ക് ഈ 20 വർഷം വേണ്ട, 30 വയസ്സും വേണ്ട കേട്ടോ. ഈ വയസ്സും വേണ്ട. നേരെ 60ലേക്ക് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഡാൻസ് പെർഫോമൻസ് ഓക്കെ. ഡാൻസ് പെർഫോമൻസ് എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പരീക്ഷണം ചെയ്യാൻ കുറെ ആളുകളുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് വെച്ചതില്ലേ, കുറച്ച് എടുത്ത് വെച്ചിട്ട് ഇപ്പം നാളെയോ മറ്റന്നാളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെടുത്തിട്ട് ചൂടായിട്ടുള്ള ചോറുണ്ടാക്കുക, പിന്നെ അത് ഇടുക, മിക്സ് ചെയ്യുക, കഴിക്കുക. നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെയാണ് ലെമൺ ഉണ്ടല്ലോ അത്. ഇതൊക്കെ എണ്ണയിൽ നന്നായി മൊരിയുമ്പോൾ കേടുമില്ല പെട്ടെന്ന്. എപ്പോഴും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. FB ലൈവ് കുക്കിംഗ്. കുക്കിംഗ് അല്ലേ കിഷോർ? സുഖമാണോ? 2 വട്ടം ഞാൻ ചോദിച്ചു, ഒരു മറുപടിയും നൽകിയിട്ടില്ല. അയ്യോ കിഷോർ ഏട്ടാ, കണ്ടില്ല ഏട്ടാ. സുഖമായിരിക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചോ? പ്രകാശ് വിട്ട സ്റ്റിക്കർ ശരിയില്ല. എവിടെ പോയി സ്റ്റിക്കർ? ഞാൻ കണ്ടില്ല ഏട്ടാ. ചിലപ്പോൾ ഫേസ്ബുക്കില്ലേ നമ്മളെ വിഷമിപ്പിക്കുന്നുള്ള കമന്റ് ഒന്നും കാണിക്കില്ല. ചേച്ചി ലൈവ് തുടരട്ടെ, പാവം മനസ്സിന് എന്തിനാണ് വിഷമിപ്പിക്കുന്നത് പറഞ്ഞിട്ട് ആ സ്റ്റിക്കർ ഒന്നും ചിലപ്പോൾ കാണിക്കില്ല. ഫേസ്ബുക്ക് അങ്ങനെ മാച്ച് കളയും, എന്റെ കണ്ണിൽ നിന്ന് അങ്ങനെ മാച്ച് കളയും. എന്തെങ്കിലും ഒരു കാര്യമുള്ള വീഡിയോ ഇട്ടുകൂടെ? എന്ത് കാര്യം? എനിക്ക് ഒന്നുമില്ല കേട്ടാ കാര്യങ്ങളൊന്നും. ഒരു ലിഫ്റ്റ് വെച്ചാൽ മതി, പെട്ടെന്ന് കയറാം 60ലേക്ക്. 60 ഉള്ള ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഞാൻ. സുരേഷ് ഗുഡ് ഈവനിങ്. വേണ്ടാത്ത സ്റ്റിക്കറുകളൊന്നും ഇടരുത്. ഓക്കെ, അതെ അതെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഡാൻസ് ടു സ്കൂള് ഗോ ടു സ്കൂൾ. ഡാൻസ് പഠിക്കാൻ പറയണ? ഇല്ല, കിഡ്സ് ഗോയിങ് ടു സ്കൂൾ. പോയി. അപ്പൊ എന്താ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഡാൻസ് എന്നിങ്ങനെ വന്നു. ശരി. ദർശാന്തൻ. എന്താ സൗണ്ട് കേൾക്കുന്നത്? എവിടെ സൗണ്ട് കേൾക്കുന്നത്? പുറത്താണ് സൗണ്ട്. 50, 60, 20 വർഷം കഴിഞ്ഞു അല്ലേ? അറുപതായ ലൈവ് കാണാൻ ആരും കാണില്ല. കുഴപ്പമില്ല കേട്ടാ, ആരെങ്കിലൊക്കെ ഉണ്ടാകും.
യുവർ ഫേവറേറ്റ് ഡാൻസ് സ്റ്റെപ്പ്. ഫേവറേറ്റ് സ്റ്റെപ്പൊന്നുമില്ല. എവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നു. യുവർ ഫേവറേറ്റ് ഡാൻസ് എവിടെയാണ്? എന്ത് സൗണ്ട് അറിയില്ല. എല്ലാരും കിളികൾ വളം വെച്ച് പറക്കും വേനൽ മാസം. പറയൂ ഫ്രണ്ട്സ്. പെസമട്ടിങ്കിലെങ്കിൽ മുടി വളരാൻ വല്ല ടിപ്സ് ഉണ്ടോ? എന്താ ചെറിയുള്ളി തേച്ച് കൊടുക്കി തലയിൽ. യു ടേക്ക് ഹെർബൽ എക്സാം തുടങ്ങിയോ? പോയിക്കൊണ്ടിരിക്കണോ എക്സാം? ഇനിയിപ്പോൾ അത് ക്ലാസ് ടെസ്റ്റ് ആണോന്ന് പറയുന്നു കുട്ടികൾ. എക്സാം പോകുന്നുണ്ട്. ക്ലാസ് ടെസ്റ്റാ. ട്രൈ ഹെർബൽ ബ്ലാക്ക് ടീ. ബ്ലാക്ക് ടീയാണ്. ബ്ലാക്ക് ടീ സിസ്റ്റർ ധീര. കറക്റ്റ്. നിങ്ങളുടെ നാട് ഏത് ഭാഗമാണ്? പാലക്കാട്. കറക്റ്റ്. നിങ്ങളുടെ നാട് ഏത് ഭാഗമാണ്? കൊട്ടേക്കാട്. മലമ്പുഴ കൊട്ടേക്കാട് കേട്ടോ. എന്തെങ്കിലും ഇത് കറി വെക്കണം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ വെക്കണം. എന്താ വെക്കാന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ. നാളെ நல்லா இருக்கிறீங்களா சிஸ்டர்? நல்லா இருக்கிறீங்க வீரா. நீங்கள் எப்படி இருக்கிறீங்க? അയ്യോ അമ്മേ, എൻ്റെ കാല്. അയ്യോ, എന്താ ആരും ഒന്നും കണ്ടാത്തത്? മലമ്പുഴ ഡാമിൻ്റെ കറങ്ങിൽ. യെസ്, ഡാമിൻ്റെ പറകിലല്ലേ. ശരിയായിരിക്കാം, അറിയില്ല. പറഞ്ഞത് ശരിയാകാനുള്ള ചാൻസ് ഉണ്ട്. വേർ ഈസ് യുവർ ഹൗസ് ഇൻ പാലക്കാട്? ഒന്നും പുരിയല്ല, சொல்ல தெரியல. 6 കൊല്ലം കൂടിയുണ്ട്. എതുക്ക്? എന്തിനാട്ടാ 6 കൊല്ലം? സാഹചര്യേട്ടാ, എന്തിനാ 6 കൊല്ലം? പറഞ്ഞു. ഞാൻ പോയി എന്താ കൂട്ടാൻ നിൽക്കുക കണ്ടെത്തുന്ന നാല് കുട്ടികൾ വരുമ്പോ എന്താണ് വൈകുന്നേരത്തേക്ക് എന്താണ്? ചൗചൗണ്ട് ഇവിടെ. ചൗചൗ. എല്ലാരും കിളികൾ വെച്ച് പറക്കും വേനൽ മാസം. ചൗചൗ പരിപ്പിട്ട് വെക്കേ, നല്ല വരക്കും. അറുപതാകാൻ 6 കൊല്ലമുണ്ട് എന്നാണ് പറഞ്ഞു. 6 വർഷമുണ്ട്. ഓക്കെ ഏട്ടാ, വേഗം 60 വയസ്സാവട്ടെ.
എന്താ ലൈറ്റ് ഡാൻസ് പെർഫോമൻസ് ഓക്കെ ഓക്കെ മതി. ഓക്കെ ഷഷ്ടിയാകാൻ ഷഷ്ടിയാകാൻ ഷഷ്ടി ഷഷ്ടികൾ എന്താ ഏട്ടാ? ഷഷ്ടികൾ എന്താ? പട്ടിമുരുകൻ സുഖമല്ല. പട്ടിമുരുകൻ எப்படி இருக்கிறீங்க? வர்றதே இல்லைங்க, என்னாச்சு? സോറിട്ട് പേട്ടി മുരുകൻ എന്നാണ്. പേട്ടി മുരുകൻ തിരു തമിഴ് സോങ്. വാട്ടർമെലൺ ജ്യൂസ് വേണുമാ വേണുമാന്ന് നേരിൽ കാണാൻ പറ്റുമോ? സജിത്ത്. മഞ്ജു എന്താണ് രാധേട്ടൻ പോകുന്നത്? ലൈവിൽ വന്ന് ക്ഷീണമായോ? വെയിലിൻ്റെ ചൂട് സത്യം ഭയങ്കര ചൂടാണ്. അത് നമ്മളുടെ വീട് മുകളിലാണ്. ചൂടാണെങ്കിലും നല്ല ചൂടായിരിക്കും, തണുപ്പാണെങ്കിലും നല്ല തണുപ്പാണ്. അതാ ഫ്രണ്ടിൽ ഉറക്കുന്നുണ്ടോ? ചെറുപ്പം ഞാൻ പോയി ഇനി കൂട്ടാൻ വെക്കണം. ആദ്യത്തെ ഉഷാർ കാണുന്നില്ല, അതാ. ഷൈജു കേട്ടോ ഒന്നുമില്ല കേട്ടോ. അമ്പിളിയോട് ചോദിച്ചു നോക്ക്. ചോദിക്കാം. അമ്പിളി ചേച്ചിക്ക് എത്ര വയസ്സുണ്ടാവും? ഞാൻ വയസ്സ് ചോദിച്ചിട്ടില്ല. ഞാൻ വയസ്സ് വേറെ ഈ എന്താ പറയാ ചോദിക്കാൻ അങ്ങനൊന്നും ചോദിക്കില്ല. ഞാൻ പെട്ടെന്ന് ചോദിക്കും എവിടെ വീട് ചോദിക്കും, എന്ത് ചെയ്യുന്നു ചോദിക്കും, അത്രയുള്ളൂ. എന്ത് കൂട്ടാൻ? കറി എന്തെങ്കിലും വെക്കട്ടെ? എന്താ വെക്കാന്ന് നോക്കാം. ചൗചൗക്കാണ് ഉള്ളത് അല്ലേ, അതിട്ട് പരിപ്പിട്ട് വെക്കാം അല്ലേ. ചൗചൗക്ക് അറിയില്ല സംഭവം. ചൗചൗക്ക് പറഞ്ഞാൽ ആ ഒരു ഡ്രസ് സൂപ്പർ. കമന്റ് ചെയ്യുന്നുട്ടാ. താങ്ക് യു കേട്ടാ, താങ്ക് യു. எனக்கு புரியலப்பா. புரியலைங்களா? எனக்கு புரியலப்பா. என்னாச்சு புரியல சொல்றாங்க? ചൗചൗ കുളമ്പ് വയ്ക്കരുത്. കണ്ടിട്ടില്ല? ഇനിയിപ്പോൾ അതൊക്കെ തൊലിച്ചൊക്കെ റെഡിയാക്കും. കുട്ടികളെ വരുമ്പോൾ എന്തെങ്കിലും കറി വയ്ക്കട്ടെ. 37-38 വയസ്സുണ്ടാകും ഒന്ന് ചോദിച്ചു നോക്കാം. 37-38 എത്ര ഉണ്ടാവുള്ളൂ? ഓക്കെ, ഞാൻ ചോദിക്കാം. ഫൈസൽ അതെ. എന്താ ഞാന് വാട്ടർമെലൺ ജ്യൂസ് അത് കേട്ടപ്പാ, അതേ പറ്റി കേട്ടപ്പാ. വാട്ടർമെലൺ ജ്യൂസാ? വേണ്ടങ്ങ ജ്യൂസ് വേണ്ടങ്ങ. അനിതയ്ക്ക് 60 ആയാൽ ജയേട്ടന് 90 ആകും. അതെന്താണ് കേട്ടാ ജയേട്ടന് 90 ആകും പറയുന്നേട്ടാ? ജയേട്ടന് ലൈവില് അല്ലേ? ജയേട്ടൻ വരും. 90 വയസ്സായാലും ജയേട്ടൻ വരും ലൈവില് ഇല്ലേ ഏട്ടാ? ജയേട്ടൻ പോയാ? യു ഇൻ ബ്ലെസ്സിങ് ഡൂയിങ് ഓക്കെ.
46 വയസ്സുണ്ട് അമ്പിളി ചേച്ചിക്ക്. 46 വയസ്സാ? என்னப்பா வாட்டர் மிலன் ஜூஸு உங்களுக்கு ரொம்ப பிடிக்கும் தானே? பிடிக்குங்க, பிடிக்கும். ஸோ வேண்டாங்க, அப்புறம் வேண்டாம். நீங்களாவது கேட்டாங்க இல்லைங்க, அதே போடுங்க. சவு சவுக்கு என்ன சாதனம் கேட்குறாங்க, இப்போ எடுத்துட்டு வரா. അവിടെ ഇരിക്കേ. ഓക്കെ, ഇതാ ഇന്ന് തന്നെ വിളിച്ച് ചോദിക്കാതെ. ഇറ്റ് ഈസ് ഹാവ് ഫുഡ് ഇൻ ഹോട്ടൽ. ഹോട്ടലാ? എന്താ ഭാഷ പറയുന്നത്? ഒന്നും കൂടിയല്ലേ. ഇതാണ് സംഭവം, ചവ ചവക്ക്. ഇതിനെന്താ പറയുക? ഇന്നലെ ഭയങ്കര ഒന്നതാ. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവുമല്ലോ. ഏറ്റവും വില കുറവായിട്ടുള്ള ഒരു സംഭവമാണ് വെജിറ്റബിൾസിൽ. ഏറ്റവും വില കുറവ് ഇതിനാണ്. ഇതിങ്ങനെ തൊളിക്കുക. കണ്ടോ ഗഫൂറേട്ടോ? അതിന് നല്ലൊരു എന്താ പറയുക, തമിഴ്നാട് റൈസസ് ഇതൊക്കെ പറയുന്നുണ്ട്. ചേച്ചിക്കൊന്നും പുളിയിലെ എന്താ അത് ഓർക്ക പുളിയല്ലേ? ഓർക്ക പുളിയാ? എന്താ പക്ഷെ പറയുന്നത്? പുളിയാണെന്ന് പറയുന്നത്. ഇത് സാമ്പാർ വെക്കാനുള്ളതാണത്. ചൗ ചൗക്ക്. ഇതിന് മലയാളത്തിൽ എന്ത് പറയുന്നത് എനിക്ക് അറിയില്ല കേട്ടാ. ഇപ്പൊ ഇവിടെ അധികവും ഇതിനാണ് വാങ്ങാറ്. നല്ല സംഭവം. ഇപ്പൊ നല്ല എന്താ പറയാ, വെള്ളം ഉള്ളൊരു കായാണ്. ഇതൊരു കുറച്ച് പരിപ്പ് ഇട്ടിട്ട് അടുപ്പിലെന്ത് വേഗം വെച്ചാ കുറച്ച് ഉള്ളി അരിഞ്ഞ് താളിച്ച് മതി. എൻ്റെ കുട്ടികൾ വരുമ്പോഴേക്കേ എന്തെങ്കിലും ചോറ് കൊടുക്കട്ടെ. ഇപ്പൊ തന്നെ ലേറ്റായി.